സെൻസ് ഇറങ്ങി കഴിഞ്ഞ് പോയ ഒരു ചിത്രമാണ്. അത് മുംബൈയിൽ നിന്ന് സർട്ടിഫിക്കേഷന് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു വിഷയം അവർ റേസ് ചെയ്യുന്നത്. ഇതിൽ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, അതായത് ഇതിപ്പോൾ ഈ സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്ന സംഘത്തിലെ എല്ലാവരും തന്നെ ഇത്തരത്തിൽ പറഞ്ഞതാണോ ഈ പേര് മാറ്റണം എന്നുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു, അതോ ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമാണോ? അത് മാത്രമല്ല, ഇതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു അറിയിപ്പ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നോ? അല്ല, ആദ്യ ദിവസങ്ങളിൽ അങ്ങനെ ഒഫീഷ്യലി അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കോടതിയിൽ അവർ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ജാനകി എന്നുള്ള പേര് മാറ്റണം എന്ന രീതിയിൽ തന്നെ അവർ കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ അറിയിപ്പുണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പൊ കോടതി സിനിമ കാണാം, എന്താണ് കാര്യമെന്ന് കോടതിക്ക് നേരിട്ട് വിലയിരുത്താമല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് കോടതി സിനിമ കാണാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പം ശനിയാഴ്ച കോടതി സിനിമ കണ്ട് ബുധനാഴ്ച വളരെ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ അണിയറ പ്രവർത്തകർ വിശ്വസിക്കുന്നത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. അതിന്റെ ഏക പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. അത് തന്നെയാണ്, നമുക്കറിയാം ഒരു സിനിമ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുടെ ഒരു കഠിനമായ പ്രയത്നം തന്നെയാണ്, അതിൻ്റെ ഒരു ആകത്തുകയാണ് ഈ സിനിമയായി പുറത്തു വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ കഴിയാതെ എത്തുന്നു എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം സംവിധായകൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത്രത്തോളമുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. എന്തായാലും എത്രയും വേഗം തന്നെ കോടതി ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കട്ടെ അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തിറങ്ങി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതുള്ളൂ. കഴിഞ്ഞ ഒരു 20 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കേരളം അങ്ങോളം ഇങ്ങോളം ഒട്ടിച്ച് ഞങ്ങളുടെ പോസ്റ്ററുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബാനറുകൾ എല്ലാം എല്ലാം എന്താ പറയുക, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക്. ഇനിയൊരു തീരുമാനം ബുധനാഴ്ച ഉണ്ടായാൽ പോലും ഏറ്റവും അടുത്ത ദിവസം വീണ്ടും തിയേറ്ററുകൾ ചാർട്ട് ചെയ്യണം, ഈ കോണ്ടന്റ് മുഴുവൻ നമ്മൾ ലോഡ് ചെയ്യണം, എന്ന് റിലീസ് ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിൽക്കുന്നതിൻ്റെതായ ഒരു ഭയങ്കര ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിലൊരു ഭയങ്കരമായ ഒരു സങ്കടം ഒരു സൈഡിൽ ഞങ്ങൾക്കുണ്ട്. കാരണം ഇത് ഒരുപാട് കലാകാരന്മാരുടെ സ്വപ്നമാണ്, ജീവിതമാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് പൈസ ഒരു പ്രൊഡ്യൂസേഴ്സിന്റെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ്മെന്റ് ഇറങ്ങി കിടക്കുന്ന ഒരു കമ്മോഡിറ്റിയാണ്. അതെല്ലാം ഉപരി എഗ്രിമെന്റുകളുണ്ട്. ഈ സിനിമ ഇത്ര ദിവസത്തിനകം തിയേറ്ററിൽ കഴിഞ്ഞ 27-ാം തീയതി റിലീസ് ചെയ്യുകയാണെങ്കിൽ 30-45 ദിവസത്തിനകം OTT കൈമാറാം എന്നുള്ള സീവായിട്ടാണ് കരാറെടുത്തിരിക്കുന്നത്. അപ്പം അതിന്റെ എഗ്രിമെന്റുകളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനെ തുടർന്നുണ്ടാവുന്നുണ്ട്. അതിന്റെ എല്ലാം ടെൻഷൻ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഉറപ്പായിട്ടും. ഞാൻ താങ്കളോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ എന്തുകൊണ്ടാകും ഒരു ജാനകി എന്നുള്ളൊരു പേര് കൊണ്ട് മാത്രമാണോ ഇങ്ങനൊരു പേര് മാറ്റണം എന്നുള്ള അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുള്ളതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഞാനല്ല അതിലെ അഭിപ്രായം പറയാൻ ആള്. കാരണം CBFC എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത്രയും വലിയൊരു ഉയർന്ന ഓട്ടോണമസ് ബോഡിയാണ്. അപ്പൊ അവരതൊരു തീരുമാനം എടുക്കുമ്പോൾ അവരെന്തായിരിക്കും, അവരുടെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് എന്നതിനെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. അവരവരുടെ കാര്യകാരണ സഹിതങ്ങൾ പറയുന്നുണ്ട് കോടതിയിൽ. അപ്പം കോടതിക്ക് അത് കുറച്ചുകൂടെ നല്ലപോലെ വിലയിരുത്താൻ സാധിക്കും. കോടതി സിനിമ കാണുമ്പോൾ കോടതിക്ക് മനസ്സിലാവുമല്ലോ അവർ പറയുന്ന പോയിന്റ് എത്രത്തോളം വാലിഡാണ്. ഇനിയും അതല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ തിരുത്താനും തയ്യാറാണ്. നമുക്കൊരു സിനിമ ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും ആവശ്യവും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.